കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ കുഴപ്പണം എത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് കസ്റ്റംസും പോലീസും. ബംഗളൂരുവിൽ നിന്ന് കാറിൽ കേരളത്തിലേക്ക് കടത്തിയ 3 കോടിയുടെ കള്ളപ്പണം അങ്ങനെ കസ്റ്റംസിന്റെ കണ്ണിൽപ്പെട്ടു. കസ്റ്റംസിന്റെ കോഴിക്കോട് ഡിവിഷനും വയനാട് പോലീസും ചേർന്നാണ് ഈ കുഴൽപ്പണം പിടിച്ചെടുത്തത്. വയനാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കസ്റ്റംസിന്റെ കോഴിക്കോട് ഡിവിഷനിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനാണ് വൻ കുഴൽപ്പണ വേട്ടയിലേക്ക് നയിച്ചത്. കസ്റ്റംസും വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും മാനന്തവാടി പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് 3,15,11,500 രൂപയുടെ കുഴൽപ്പണം പിടിച്ചെടുത്തത്. ഹവാല കടത്തിന്റെ മുഖ്യ സൂത്രധാരനുൾപ്പെടെ 5 യുവാക്കളും പിടിയിലായി. വ്യാഴാഴ്ച പുലർച്ചെ മാനന്തവാടിക്കടുത്ത് ചെറ്റപ്പാലത്ത് വെച്ചാണ് ഇവർ വലയിലായത്. കർണാടകയിൽ നിന്ന് കാറിലെത്തിയ വടകര സ്വദേശികളായ ആസിഫ്, റസാഖ്, മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് ആദ്യം പിടിയിലായത്. നിരോധിത മയക്കുമരുന്നുകൾ കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ പിടികൂടിയത്. എന്നാൽ കസ്റ്റംസും പോലീസും ചേർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ കാറിലെ രഹസ്യ അറകളിൽ സൂക്ഷിച്ച പണം കണ്ടെത്തുകയായിരുന്നു. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും നോട്ടുകെട്ടുകൾ അടുക്കിവെച്ച നിലയിലായിരുന്നു. കസ്റ്റഡിയിലെടുത്ത 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യ സൂത്രധാരനായ സൽമാന്റെ പങ്ക് വ്യക്തമാകുന്നത്. സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബംഗളൂരുവിലെ KR നഗർ എന്ന സ്ഥലത്തുനിന്ന് 2 പേർ പ്ലാസ്റ്റിക് ചാക്കുകളിൽ പണം എത്തിച്ചത്. അവിടെ വെച്ച് കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ പണം അടുക്കിവെച്ച 3 യുവാക്കളും വടകരയിലേക്ക് പുറപ്പെടുകയായിരുന്നു. സൽമാന്റെ ലൊക്കേഷൻ പരിശോധിച്ച പോലീസ് മാനന്തവാടി കോടതിയുടെ പരിസരത്ത് നിന്ന് ഇയാളെ കാർ സഹിതം കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മുഹമ്മദിനെയും പിടികൂടി. ഹവാല ഇടപാടുകാരാണ് സൽമാനും മുഹമ്മദുമെന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചിലരുടെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് പണം സ്വീകരിച്ച് വടകരയിൽ എത്തിക്കാറുണ്ടെന്നും ഇവർ സമ്മതിച്ചു. ഇതിന് വലിയ തുക കമ്മീഷനായി ലഭിക്കും. പണം SBI മാനന്തവാടി ശാഖയിലെത്തിച്ചാണ് എണ്ണി തിട്ടപ്പെടുത്തിയത്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും അവസരോചിതമായ ഇടപെടലാണ് ഇത്രയും വലിയ ഹവാലക്കടത്ത് കണ്ടെത്താൻ സഹായിച്ചത്. കസ്റ്റംസ് ജോയിന്റ് കമ്മീഷണർ ശശികാന്ത് ശർമ്മ, ഡെപ്യൂട്ടി കമ്മീഷണർ ശ്യാംനാഥ്, വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ. മാതൃഭൂമി ന്യൂസ്, വയനാട്.